സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. മുൻ ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായണന്റെ ജീവിതം ആസ്പദമാക്കി ഒരുങ്ങുന്ന ചിത്രമാണ് റോക്കറ്റ്രി ദ നമ്പി എഫക്റ്റ്. ISRO ചാരക്കേസിനെ ആസ്പദമാക്കി നമ്പി നാരായണൻ രചിച്ച റെഡി ടു ഫയർ ഹൗ ഇന്ത്യ ആൻഡ് ഐ സർവൈവ് ദ ISRO സ്പൈ കേസ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നത്. സിനിമയിൽ നമ്പി നാരായണനെ വേഷമിടുന്നത് തമിഴ് സൂപ്പർ താരം മാധവനാണ്. അതേസമയം മാധവനും നമ്പി നാരായണനും ഒരേ വസ്ത്രം ധരിച്ച് സദസ്സിലെത്തിയപ്പോൾ ഇതിൽ ആരാണ് യഥാർത്ഥ നമ്പി എന്ന കൺഫ്യൂഷനിലായിരിക്കുകയാണ് ആരാധകർ. ചിത്രത്തിലെ നമ്പിയായ തന്റെ വേഷത്തിന്റെ ലുക്ക് മാധവൻ തന്നെയാണ് പുറത്തുവിട്ടത്. ഗംഭീര മേക്ക് ഓവറിലാണ് ചിത്രത്തിൽ മാധവൻ പ്രത്യക്ഷപ്പെടുന്നത്. അക്ഷരാർത്ഥത്തിൽ നമ്പിയായി മാറിയിരിക്കുകയാണ് താരം. സിനിമയുടെ ലൊക്കേഷനിൽ നിന്നെടുത്ത ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ കൗതുകമായിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ നമ്പി ആരെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഗംഭീര മേക്ക് ഓവറുള്ള ചിത്രമാണ് ഇത്. മാധവനും നമ്പി നാരായണനും ഒരേ വേഷത്തിൽ ഒരുമിച്ചിരിക്കുന്ന ചിത്രമാണ് വൈറലായിരിക്കുന്നത്. ചിത്രത്തിൽ ഒറിജിനൽ ആരെന്ന് ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് മാധവന്റെ മാറ്റം. ഇതിനായി 14 മണിക്കൂറോളമാണ് മേക്കപ്പിനായി ചിലവഴിക്കുന്നത്. മേക്കപ്പ് ചെയ്യുന്ന വീഡിയോയും ചിത്രത്തോടൊപ്പം മാധവൻ പങ്കുവച്ചിരുന്നു. ആനന്ദ് മഹാദേവനാണ് ചിത്രം സംവിധാനം ചെയ്യുമെന്ന് ആദ്യം അറിയിച്ചതെങ്കിലും അദ്ദേഹം പിന്മാറിയതോടെ സിനിമയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും മാധവൻ ഏറ്റെടുക്കുകയായിരുന്നു. അതോടെ മാധവന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയായി ഈ സിനിമ മാറിയിരിക്കുകയാണ്. തമിഴ്, ഹിന്ദി, തെലുങ്ക് ഭാഷകളിലാണ് ചിത്രം പുറത്തിറങ്ങുന്നത്. ചാരക്കേസിൽ നടന്ന സംഭവങ്ങളൊക്കെ കൃത്യമായി പഠിച്ച ശേഷമാണ് മാധവൻ നമ്പിയായി മാറിയിരിക്കുന്നത്. മാധവൻ സിനിമയ്ക്ക് തനിക്കൊപ്പവും മലയാളം പതിപ്പിന്റെ സഹ എഴുത്തുകാരായ അരുൺ, പ്രജേഷ് സെൻ എന്നിവർക്കൊപ്പവും ഒരുപാട് സമയം ചിലവിട്ടതായി നമ്പി നാരായണൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. മാധവൻ എന്റെ കഥ കേട്ടു. ആ സമയത്ത് ഞാൻ അനുഭവിച്ച പീഡനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മാധവൻ വ്യാകുലപ്പെട്ടു. അദ്ദേഹം എന്റെ കഥാപാത്രത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടു കഴിഞ്ഞുവെന്ന് അവസാനം എനിക്ക് മനസ്സിലായി. ഞാൻ സ്ക്രീനിലെ നമ്പി നാരായണന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും നമ്പി പറയുന്നു. ചാരക്കേസുമായി ബന്ധപ്പെട്ട് താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളാണ് നമ്പി നാരായണൻ പുസ്തകത്തിൽ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളി ലൈഫ്.